ചിൽഡ്രൻ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സസൈസ് 6.2-ലെ 6th ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ എ ബി സി, ഇതാണ് ഇവിടെ ഫിഗർ നമുക്ക് തന്നിട്ടുള്ളത്. ഇൻ ഫിഗർ എ ബി സി ആർ പോയിന്റ്സ് ഓൺ ഒ പി ഒ ക്യു ഒ ആർ. ഇതാണ് ഒ പി ഒ ക്യു ഒ ആർ. അതിലുള്ള പോയിന്റ്സ് ആണ് എ ബി സി. അതാണ് തന്നിട്ടുള്ളത്. സച്ച് ദാറ്റ്, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, എ ബി പാരലൽ ടു പി ക്യു. ഈ എ ബി പി ക്യുവിന് പാരലലാണ്. പിന്നെ എ സി പാരലൽ ടു പി ആർ. എ സി പാരലൽ ടു പി ആർ. ഷോ ദാറ്റ്, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. ബി സി പാരലൽ ടു ക്യു ആർ. ബി സി പാരലൽ ടു ക്യു ആർ എന്ന് ഷോ ചെയ്യണം. എ ബി പാരലൽ ടു പി ക്യു എന്നും എ സി പാരലൽ ടു പി ആർ എന്നും ഗിവൺ ആണ്. അപ്പൊ നമ്മൾക്ക് ഇതിലെന്താ, ഇത് ഫിഗർ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു പി ക്യു ആർ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ആണ്. അതിൽ ഒ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ എന്താ ജോയിൻ ചെയ്തുള്ളത്, ഒ പിയും ഒ ആറും ഒ ക്യൂം ജോയിൻ ചെയ്തത്. ഇത് ഗിവൺ ഫിഗർ ആണ്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എയും ബിയും സിയും പോയിന്റ്സ് ആണ്. ഏതില്, ഒ പി ഒ ക്യു ഒ ആർ. അതിലുള്ള പോയിന്റ്സ് ആണ് എ ബി സി. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ എയും ബിയും എ ബി ജോയിൻ ചെയ്തു. എ ബി ഈ സൈഡ് പി ക്യു പാരലൽ തന്നു. അതുപോലെ എ സി പി ആറും പാരലൽ തന്നു. അത് രണ്ടും ഗിവൺ ആയി തന്നു. ഇനി നമ്മൾ ഷോ ചെയ്തത് എന്താണ്, നമുക്ക് തെളിയിക്കാനുള്ളത് എന്താ, ബി സി പാരലൽ ടു ക്യു ആർ. അതാണ് ഷോ ദാറ്റ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം, ഗിവൺ ആയ കാര്യങ്ങൾ എഴുതാം. എ ബി സി ആർ പോയിന്റ്സ് ഓൺ ഒ പി ഒ ക്യു ഒ ആർ. എ പി സി ആർ പോയിന്റ്സ് ഓൺ ഒ പി ഒ ക്യു ഒ ആർ. ഇത് നമുക്ക് ഗിവൺ ആണ്. ഗിവൺ ആയ കാര്യങ്ങൾ എ ബി സി ആർ പോയിന്റ്സ് ഓൺ ഒ പി ഒ ക്യു ഒ ആർ. ആൻഡ് പിന്നെന്താ ഗിവൺ ഉള്ളത്, എ ബി പാരലൽ ടു പി ക്യു. എ ബി പാരലൽ ടു പി ക്യു ആൻഡ് എ സി പാരലൽ ടു പി ആർ. ഇത് ഗിവൺ ആണ്. ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ബി സി പാരലൽ ടു ക്യു ആർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഗിവൺ കാര്യം എ ബി സി ആർ പോയിന്റ്സ് ഓൺ ഒ പി ഒ ക്യു ഒ ആർ. പിന്നെ എ ബി പാരലൽ ടു പി ക്യു, എ സി പാരലൽ ടു പി ആർ. പിന്നെ ടു പ്രൂവ് ചെയ്യേണ്ടത് ബി സി പാരലൽ ടു ക്യു ആർ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് 3 ട്രയാങ്കിൾ ആയിട്ട് എടുക്കും. ഒരു ട്രയാങ്കിൾ ഒ പി ക്യു, അടുത്ത ട്രയാങ്കിൾ ഒ പി ആർ, നെക്സ്റ്റ് ട്രയാങ്കിൾ ഒ ക്യു ആർ. ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നമുക്കപ്പോ ഒ പി ക്യു, ആ ട്രയാങ്കിളില് പി ക്യു പാരലൽ ടു എ ബി അത് തന്നിട്ടുണ്ട്. നമുക്ക് എ ബി പാരലൽ ടു പി ക്യു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറത്തിൽ ഈ ട്രയാങ്കിളിൽ നമ്മൾ ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യാണ്. അപ്പൊ പി ക്യു എ ബിയും പാരലൽ ആണെങ്കിൽ ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാം, ഒ എ ഡിവൈഡഡ് ബൈ എ പി ഈക്വൽ ടു ഒ ബി ഡിവൈഡഡ് ബൈ ബി ക്യു എന്ന് പറയാം. അങ്ങനെയാണല്ലോ. നമ്മൾ ഈ രണ്ട് ലൈനുകൾ പാരലൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ മറ്റ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോസ്, അത് എയും ബിയും കട്ട് ചെയ്യുന്ന റേഷ്യോസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒ പി ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിളില് ഏത് പി ആറും എ സി പാരലലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒ എ ഡിവൈഡഡ് ബൈ എ പി ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ആർ എന്ന് പറയാം. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ യൂസിങ് ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം ഉപയോഗിച്ച് എഴുതിയ റേഷ്യോസ്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 അത് രണ്ടും യൂസ് ചെയ്ത് നമുക്ക് ഈ ട്രയാങ്കിളില് ബി സി പാരലൽ ടു ക്യു ആർ എന്ന് തെളിയിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഏത് ട്രയാങ്കിൾ എടുക്കുക, ഇൻ ട്രയാങ്കിൾ ഒ പി ക്യു. ഇൻ ട്രയാങ്കിൾ ഒ പി ക്യു അതിലെന്താ നമ്മൾ പറയണത്, എ ബി പാരലൽ ടു പി ക്യു. ഇൻ ട്രയാങ്കിൾ ഒ പി ക്യൂല് എ ബി പാരലൽ ടു പി ക്യു എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം, ഒ എ ഡിവൈഡഡ് ബൈ എ പി ഈക്വൽ ടു ഒ ബി ഡിവൈഡഡ് ബൈ ബി ക്യു.
ഇങ്ങനെ എഴുതാം. ഈ ട്രയാങ്കിളിൽ ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇങ്ങനെ എഴുതാനുള്ള റീസൺ എന്താ? ബൈ BPT. എന്താ BPT എന്ന് പറഞ്ഞാൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. നെക്സ്റ്റ് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ പേര് കൊടുക്കണം. ഇൻ ട്രയാങ്കിൾ, ഏതാ ട്രയാങ്കിൾ എടുക്കുന്നത്? OPR. ഇൻ ട്രയാങ്കിൾ OPRൽ എന്താ പറഞ്ഞുള്ളത്? AC പാരലൽ ടു PR എന്ന് തന്നിട്ടുണ്ട്. AC പാരലൽ ടു PR ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? OA ഡിവൈഡഡ് ബൈ AP ഈക്വൽ ടു OC ഡിവൈഡഡ് ബൈ CR. അതിന്റെ റീസൺ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യാം? ഫ്രം 1 and 2 ഇക്വേഷൻ നമ്പർ 1ഉം 2 കൊടുക്കാം. ഈ ഇക്വേഷൻ നമ്പർ 1ന്റെയും 2ന്റെയും LHS സെയിം ആണ്. OA ബൈ AP ആണ്. ഇതിന്റെ LHS OA ബൈ AP. ഈ രണ്ട് ഇക്വേഷന്റെയും LHS സെയിം ആണെങ്കിൽ അതിന്റെ RHSും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? OB ഡിവൈഡഡ് ബൈ BQ ഈക്വൽ ടു OC ഡിവൈഡഡ് ബൈ CR. LHS രണ്ടും സെയിം ആയതുകൊണ്ട് RHS രണ്ടും ഈക്വൽ ആയിട്ട് എഴുതാം അല്ലെ? അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ ആണ് കിട്ടിയത്. ഇനി ഇതെന്താ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ട്രയാങ്കിൾ OQR B is a point on B എവിടുത്തെ പോയിന്റാ? OQ and C is a point on OR. B is a point on OQ and C is a point on OR. അതാണ് ഈ ട്രയാങ്കിൾ. B ഇതിലത്തെ ഒരു പോയിന്റ്, C ഈ സൈഡിലത്തെ ഒരു പോയിന്റ്. ഏതാ ട്രയാങ്കിൾ? OQR എന്ന് പറഞ്ഞ ട്രയാങ്കിളില് OQ എന്ന് പറഞ്ഞ സൈഡിലൊരു ഒരു പോയിന്റ് ആണ് B, OQ എന്ന് പറഞ്ഞ സൈഡിലൊരു പോയിന്റ് ആണ് C. അത് നമ്മൾക്ക് ഗിവൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്ന് നമ്മൾ എന്ത് ചെയ്താ? OB ബൈ BQ അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. OB ബൈ BQ ഈക്വൽ ടു OC ബൈ CR. അതല്ലേ ഇത് ഫ്രം 1 and 2 നമുക്ക് കിട്ടിയിട്ടുള്ളത്. OB ബൈ BQ ഈക്വൽ ടു OC ബൈ CR എന്നാണ് ഫ്രം 1 and 2 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ OQR B is a point on Q and C is a point on R and OB divided by BQ equal to OC divided by CR. അപ്പോൾ ബിയും സിയും ഒരു പോയിന്റ് ആണ് ഈ ട്രയാങ്കിളിലെ. അത് കൂടാതെ ഏതാണ്? OB ബൈ BQ ഈക്വൽ ടു OC ബൈ CR ആണ്. അങ്ങനെയാണെങ്കിൽ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? therefore ഏത്? BC പാരലൽ ടു ഏതാ? QR. അതിന്റെ റീസൺ എന്താണ്? കോൺവേഴ്സ് ഓഫ് BPT, കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പൊ നിങ്ങൾ ഇവിടേക്ക് എങ്ങനെ എഴുതിയത്? ഈ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ ഈ റേഷ്യോ ഈക്വൽ ആണ്. അതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇവിടെ എന്താ എഴുതിയത്? ഇങ്ങനെ രണ്ട് റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ BCയും QRും പാരലൽ ആണ്. അതാണ് കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് റേഷ്യോസും ഈക്വൽ ആണെന്നാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. തിരിച്ച് കോൺവേഴ്സ് എന്താ പറയുന്നത്? ഇങ്ങനെ രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ BCയും QRും പാരലൽ ആണ്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് BC പാരലൽ ടു QR എന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്തത് എവിടുന്നാ? ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ എന്നാണ് ഈ ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. ഇത് സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? BCയും QRും പാരലലാണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. യൂസിംഗ് തിയറം 6.1. 6.1 എന്ന് പറഞ്ഞ തിയറം ഏതാ? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറാണ്. പ്രൂവ് ദാറ്റ് ദ ലൈൻ ഡ്രോൺ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. ലൈൻ ഡ്രോ, ഇതൊരു ലൈനാണ്. മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് DE എന്ന് പറയുന്ന ഒരു ലൈൻ ഏത് കൂടെ പോണത്? ഈ ട്രയാങ്കിളിന്റെ വൺ സൈഡിൽ കൂടെ. പാരലൽ ടു അതർ സൈഡ്, ഈ സൈഡിന് പാരലൽ ആയിട്ടാണ് പോണത്. പാരലൽ ടു അതർ സൈഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ്. ഈ തേർഡ് സൈഡിനെ ബൈസെക്ട് ചെയ്യണമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. D ഏത് പോയിന്റാ? AB എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് D.
അപ്പോൾ ആ മിഡ് പോയിന്റിൽ കൂടി ഒരു ലൈൻ പാസ് ചെയ്യണം. ആ ലൈനാണ് DE. ഇനി നമ്മൾ ഈ DE എന്ന് പറയുന്ന ലൈൻ BCക്ക് പാരലലായിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തുപയോഗിക്കാം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഈ DE BC പാരലൽ ആണെങ്കിൽ നമുക്ക് ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം AD ഡിവൈഡ് ബൈ DB ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ EC എന്ന് എഴുതാം. ഇനി D എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ ADയും DBയും ഈക്വൽ ആണ്. ADയും DB ഈക്വൽ ആണെങ്കിൽ നമുക്ക് AD ഡിവൈഡ് ബൈ DB ഈക്വൽ ടു AE ഡിവൈഡ് ബൈ EC എന്നല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AEയും ECയും ഈക്വൽ ആണെന്ന് പറയും. അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യം ഗീവൺ ആയ കാര്യങ്ങൾ എന്താ ഗീവൺ ആയിട്ടുള്ളത്? വി ഹാവ് എ ട്രയാങ്കിൾ ABC ആണ് നമ്മുടെ ട്രയാങ്കിൾ. ഇൻ വിച്ച് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഇൻ വിച്ച് D ഈസ് ദ മിഡ് പോയിന്റ്. ഏത് സൈഡിന്റെ മിഡ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തുള്ള മിഡ് പോയിന്റ് ഓഫ് AB. D is the midpoint of AB and E is any point ആണ്. is a point on AC such that DE parallel to BC. ഇതൊക്കെയാണ് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാ തന്നിട്ടുള്ള? ട്രയാങ്കിൾ ABC ഉണ്ട്. ഇൻ വിച്ച് D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. ABയുടെ മിഡ് പോയിന്റ് ആണ് D. ആൻഡ് E ഈസ് എ പോയിന്റ് ഓൺ AC. ഈ മിഡ് പോയിന്റ് അല്ല, അത് മിഡ് പോയിന്റ് ആണെന്ന് നമ്മൾ തെളിയിക്കുക വേണ്ടത്. D മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ് ഈ മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ മിഡ് പോയിന്റ് ആണെന്ന് എടുക്കാൻ പാടില്ല, ഇല്ല. E ഈസ് എ പോയിന്റ് ഓൺ AC. E എന്ന് പറയുന്നത് ACയിലത്തെ ഏതോ ഒരു പോയിന്റ് ആണ്. സച്ച് ദാറ്റ്. പിന്നെ ഒരു കാര്യം തന്നിട്ടുള്ളത് എന്താ? DE പാരലൽ ടു BC. BCക്ക് പാരലൽ ആയിട്ടാണ് DE പാസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. E ബൈസെക്ട് AC. E ബൈസെക്ട് AC എന്ന് പറഞ്ഞാല് E എന്ന് പറയുന്ന പോയിന്റ് ഈ ACയുടെ D എന്ന് പറയുന്ന പോയിന്റ് ABയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. E എന്ന് പറയുന്നത് ACയുടെ മിഡ് പോയിന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്തത്. മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ACനെ ഇത് ബൈസെക്ട് DE എന്ന് പറയുന്ന ഈ ലൈൻ ബൈസെക്ട് ചെയ്യണു. അതായത് രണ്ട് ഈക്വൽ പാർട്സ് ആക്കണം. രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാത്? അപ്പൊ നമ്മൾ ആദ്യം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഉപയോഗിച്ചാണ് ഇത് പ്രൂവ് ചെയ്യണത്. DE പാരലൽ ടു BC ആണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? DE പാരലൽ ടു BC എന്നല്ലേ? ഇഫ് DE പാരലൽ ടു BC ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദെൻ AD ബൈ DB ഈക്വൽ ടു AE ബൈ EC എന്ന് എഴുതാം. AD ബൈ DB ഈക്വൽ ടു AE ബൈ EC എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. DE BC പാരലൽ ആണെങ്കിൽ AD ബൈ DB ഈക്വൽ ടു AE ബൈ EC എന്ന് എഴുതാം. അതിന്റെ റീസൺ എന്താ? ബൈ BPT ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറ പ്രകാരമാണ്. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് റേഷ്യോസും ഈക്വൽ ആണ് എഴുതുന്നത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറ ഉപയോഗിച്ചാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സിൻസ് D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. ABയുടെ മിഡ് പോയിന്റ് ആണ് D. ABയുടെ മിഡ് പോയിന്റ് ആണ് D. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ADയുടെ അല്ല, ABയുടെ മിഡ് പോയിന്റ് ആണ് D. അപ്പൊ നമുക്ക് എന്ത് പറയാം? AD ഈക്വൽ ടു DB എന്ന് പറയാം. AD ഈക്വൽ ടു DB എന്ന് പറയാലോ. ABയുടെ മിഡ് പോയിന്റ് ആണ് D എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AD ഈക്വൽ ടു DB എന്ന് പറയാം. ഇനി AD ഈക്വൽ ടു DB ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AD ബൈ DB ഈക്വൽ ടു 1 എന്ന് എഴുതാലോ. AD ഈക്വൽ ടു DB ആണെങ്കിൽ AD ബൈ DB ഈക്വൽ ടു 1 എഴുതിക്കൂടെ? ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ AD ഈക്വൽ ടു DB ഇൻറ്റു 1 എഴുതാം.
എ ഡി ഈക്വൽ ടു ഡി ബി ഇൻറ്റു 1. അപ്പൊ ഈ ഡി ബി ഇങ്ങോട്ട് വന്നാൽ എ ഡി ഈ സൈഡിലേക്ക് LHSലേക്ക് വരുന്നതാണെങ്കിൽ എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി എന്നല്ലേ പറയാം. അപ്പൊ ഇവിടെ റിമൈൻഡർ 1 അല്ലേ ഉള്ളൂ. അപ്പൊ എ ഡിയും ഡി ബിയും ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയില്ലേ 5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 1 അല്ലേ കിട്ടുക. അപ്പൊ എ ഡിയും ഡി ബിയും ഈക്വൽ ആണെങ്കിൽ എ ഡി ഡിവൈഡ് ബൈ ഡി ബി എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ കിട്ടുക? 1 ആ കിട്ടുക. അപ്പൊ അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടില്ല. ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 ഇക്വേഷൻ നമ്പർ 1 എന്നും 2 എന്നും നമുക്ക് എന്ത് പറയാം? എ ഡി ഡിവൈഡ് ബൈ ഡി ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇ ഡിവൈഡ് ബൈ ഇ സി ആണ്. പക്ഷെ ഇവിടെ എന്താന്നുള്ളത് എ ഡി ഡിവൈഡ് ബൈ ഡി ബി എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ എ ഇ ഡിവൈഡഡ് ബൈ ഇ സി എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. എ ഇ ഡിവൈഡഡ് ബൈ ഇ സി ഈക്വൽ ടു 1 തന്നെയായിരിക്കും ഫ്രം 1 and 2. അപ്പൊ ഇത് രണ്ടും അല്ല, ഇത് 1 ആണെങ്കിൽ ഇതും 1 തന്നെയായിരിക്കും. എ ഇ ഡിവൈഡഡ് ബൈ ഇ സി ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ എ ഇ ഈക്വൽ ടു ഇ സി എന്ന് പറഞ്ഞൂടെ? എ ഇ ഈക്വൽ ടു ഇ സി. എ ഇ ഈക്വൽ ടു ഇ സി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എ ഇ ഈക്വൽ ടു ഇ സി. എ ഇ ഈക്വൽ ടു ഇ സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ ഇ ഇസ് ദ എയും ഇ സിയും ഈക്വൽ ആണെങ്കിൽ ഇ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പറയാം. ദെയർഫോർ ഇ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഇ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പറയാം. ഇതിപ്പോ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അതായത് ഡി ഇ ബി സി പാരലൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? എ ഡി ഡിവൈഡ് ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡിവൈഡ് ബൈ ഇ സി എന്ന് എഴുതി. പിന്നെ അടുത്ത് അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്താ എഴുതിയത്? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി ആയതുകൊണ്ട് എ ഡി ഈക്വൽ ടു ഡി ബി ആണ്. എ ഡി ഈക്വൽ ടു ഡി ബി ആയതുകൊണ്ട് എ ഡി ഡിവൈഡ് ബൈ ഡി ബി ഈക്വൽ ടു 1. പിന്നെ നമ്മൾ എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഇ ഡിവൈഡഡ് ബൈ ഇ സി 1 ആയിരിക്കും. അപ്പൊ എന്താ എഴുതി? എ ഇ ഡിവൈഡഡ് ബൈ ഇ സി ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഇ ഈക്വൽ ടു ഇ സി ആയിരിക്കും. എ ഡി ഈക്വൽ ടു ഇ സി, എ ഇ ഈക്വൽ ടു ഇ സി ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എ സിയുടെ എന്താണ്? മിഡ് പോയിന്റ് ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും ഈ സൈഡിന് പാരലലും ആയിട്ടുള്ള ലൈനാണിത്. അത് അടുത്ത സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. നമ്മൾ 9th മിഡ് പോയിന്റ് തിയറം പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്ക്. യൂസിംഗ് തിയറം 6.2, അതായത് ഏതാ? കോൺവേഴ്സ് ഓഫ് ബി പി ടി. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ് ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഡിയും ഇയും മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ഓഫ് എനി 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അത് പാരലൽ ടു ദ തേർഡ് സൈഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത്, നമ്മൾ എടുത്തത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളാ. ആ ട്രയാങ്കിളിന്റെ എ ബിയുടെ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഡി, എ സിയുടെ മിഡ് പോയിന്റ് ആണ് ഇ. ഇത് രണ്ടും മിഡ് പോയിന്റാ. ഈ രണ്ട് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ഡി ഇ. ആ ലൈൻ തേർഡ് സൈഡ് മീൻസ് ബി സിക്ക് പാരലൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മിഡ് പോയിന്റ് ആണ്, ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഗിവൺ എന്താണ്? ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ഇ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഇനി അപ്പൊ ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആണെങ്കിൽ എ ഡി ഈക്വൽ ടു ഡി ബി ആയിരിക്കും. അതുപോലെ ഇ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി ആണെങ്കിൽ എ ഇ ഈക്വൽ ടു ഇ സി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ബൈ കോൺവേഴ്സ് ഓഫ് ബി പി ടി ഡി ഇ പാരലൽ ടു ബി സി. അപ്പൊ നമുക്ക് ആദ്യം ഗിവൺ ആയ കാര്യങ്ങൾ എഴുതാം. എന്താണ് നമ്മൾ വരച്ച ട്രയാങ്കിളിന്റെ പേര്? ഇൻ ട്രയാങ്കിൾ എ ബി സി ഡി ആൻഡ് ഇ രണ്ടും കൂടി ഒന്നിച്ച് എഴുതാം. ഡി ആൻഡ് ഇ ആർ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് എ സി. അത് ഗിവൺ ആണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി ഡി ആൻഡ് ഇ ആർ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് എ സി. ദെൻ എ ബി ഡി എ സി ഡി മിഡ് പോയിന്റ് ആണെങ്കിൽ ദെൻ നമുക്ക് എന്ത് എഴുതാം? എ ഡി ഈക്വൽ ടു ഡി ബി. ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ എ ഡി ഈക്വൽ ടു ഡി ബി എന്ന് എഴുതിക്കൂടെ? ആൻഡ് ഇവിടെ ഈ മിഡ് പോയിന്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? എ ഇ ഈക്വൽ ടു ഇ സി എന്ന് എഴുതാം. ആൻഡ് എ ഇ ഈക്വൽ ടു ഇ സി. അതാണ് തന്ന കാര്യം. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡി ഇ ഈസ് പാരലൽ ടു ബി സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഗിവൺ ആണിത്. ടു പ്രൂവ് ചെയ്യേണ്ട കാര്യം
എന്താണ് DE പാരലൽ ടു BC. DE BCക്ക് പാരലൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ഇനി നമുക്ക് പ്രൂഫ് എഴുതാം. പ്രൂഫ് എഴുതുമ്പോൾ എഴുതാം ഇൻ ട്രയാങ്കിൾ ABC നമുക്ക് എന്താ തന്നുള്ളത്? AD ഈക്വൽ ടു DB. AD ഈക്വൽ ടു DB. അത് വെച്ചിട്ട് നമുക്ക് എന്താ എഴുതാം? AD ബൈ DB ഈക്വൽ ടു 1 എഴുതാലോ. അതായത് ഈ സൈഡിന്റെ ഇൻ ട്രയാങ്കിൾ ABCയിലെ AD ഡിവൈഡഡ് ബൈ DB ആണെങ്കിൽ AD ബൈ നേരത്തെ നമ്മൾ മുമ്പ് എഴുതിയതുപോലെ AD DB ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ADനെ BD കൊണ്ട് DB അല്ലെങ്കിൽ സെയിം ആയാലും കുഴപ്പമില്ല, DB തന്നെ എഴുതാം, BD എന്ന് എഴുതണ്ട. AD ഡിവൈഡഡ് ബൈ DB ഈക്വൽ ടു 1. ഇത് രണ്ട് സെയിം ആണെങ്കിൽ ഇതിനോട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടുക ആൻസർ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും എഴുതാം നമുക്ക്. ഇതുപോലെ തന്നെ അടുത്തതും എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC ഏതാ? E is the midpoint of AB. Sorry, E is the midpoint of AC. Then എന്താ എഴുതാം? AE ഈക്വൽ ടു EC എന്ന് എഴുതാം. AE എന്ന് പറയുന്നത് ACയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ AE ഈക്വൽ ടു EC. അങ്ങനെയാണെങ്കിൽ എന്താ എഴുതാം? AE ഡിവൈഡഡ് ബൈ EC ഈക്വൽ ടു 1 എഴുതാം. അത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇവിടെ നോക്കിയേ, AD ഡിവൈഡ് ബൈ DB 1 ആണ്, AE ഡിവൈഡഡ് ബൈ EC 1 ആണ്. അപ്പൊ നമുക്ക് ഫ്രം 1 and 2 എന്ത് എഴുതാം? ഫ്രം 1 and 2 1ൽ നിന്നും 2 നിന്നും നമുക്ക് എന്ത് എഴുതാം? AD ബൈ DB ഈക്വൽ ടു AE ബൈ EC എന്ന് എഴുതാം. ഇതിന്റെ ആൻസറും 1 ആണ്, ഇതിന്റെ ആൻസറും 1 ആണ്. അപ്പൊ AD ബൈ DB AE ബൈ EC ഈക്വൽ ആണെന്ന് എഴുതാം. അത് ഫ്രം 1 and 2. അപ്പൊ ഏതാ AD ബൈ DB? AD ബൈ DB ഈക്വൽ ടു AE ബൈ EC ആണെങ്കിൽ നമ്മൾ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പ്രകാരം നമുക്ക് എന്താ എഴുതാം? DE പാരലൽ ടു BC എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രം 1 and 2 നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് AD ബൈ DB ഈക്വൽ ടു AE ബൈ EC എന്ന് കിട്ടി. Therefore എന്തെഴുതാം? DE പാരലൽ ടു BC എന്ന് എഴുതാം. ഇത് എഴുതാനുള്ള റീസൺ എന്താ? കോൺവേഴ്സ് ഓഫ് BPT. കോൺവേഴ്സ് ഓഫ് BPT പ്രകാരമാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ട് തിയറം 6.2 എന്ന് പറഞ്ഞാൽ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറാണ്. അപ്പൊ ഈ രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് DE പാരലൽ ടു BC എന്ന് എഴുതാം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.